I'm here with my mother, okay? Not anyone else. I'm Deepa Esmaker here inside my house with my mother. You have seen my mother. This is Sahadeva Mandiram, not anywhere else. And these criminals will be trying to create stories, nasty stories that someone is coming here. One draft person, I don't know who that bastard is actually, and I don't know anybody like that, and nobody will come here actually, okay? And some people are having much problem, but like these criminals, having touch with these criminals who are after me for looting job, lost insurance, and such things actually, and they are like trying to poke me, but they are actually this thing will go in vain actually. I won't get provoked or anything, because I know all the tricks of this bastard now actually. So ഇവരിങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവന്മാരുടെതെല്ലാം നമ്മളങ്ങോട്ട് ഇടുന്നുണ്ട്. ആർക്കാണ് നല്ല സ്ഥിരബുദ്ധി ഇല്ലാത്തതും, ആരാണ് ഭയങ്കര മലയാളം സാഹിത്യം പറയുന്നതിന് തെളിവുകൾ ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട്. തെളിവുകൾ നല്ല രീതിയിൽ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഡോറ് തുറക്കുന്നത് ഇപ്പോഴാണ്. ഒരാളും ഇവിടെ വരത്തില്ല. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ ശല്യമാണ് ഇവന്മാർ. അതുപോലെ നമ്മളെ കുറച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക, ഭയങ്കര കള്ളക്കഥകളുണ്ടാക്കുക, ഇവിടെ അല്ലെന്ന് വരുത്തുക. നമ്മുടെ ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയും കാറ് വന്ന് രാത്രി നിന്ന് വെച്ചാൽ ആളുകൾ പോവുക, ഞാനാണ് എവിടെയോ പോയെന്ന് വരുത്തുക. അങ്ങനെ പല പല കഥകളങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവന്മാർ. ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇതാണ് SNDP 323 നമ്പർ SNDP. നമ്മളിവിടെയാണ് എപ്പോഴും. ഇങ്ങനെ ഇതുപോലെ നമ്മളെ ടോർച്ചർ ചെയ്യുകയാണ്, നമ്മളെ ഹരാസ് ചെയ്യുന്നു, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക, നമ്മൾ വേറെ ആരുടെ കൂടെയാണെന്നൊക്കെ വരുത്താൻ നോക്കുക, നമ്മളെക്കൊണ്ട് പല പല രീതിയിലുള്ള ഇൻഷുറൻസ് ഒക്കെ ലൂട്ട് ചെയ്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇവന്മാർ കാണിച്ചിട്ടുണ്ട് പല രീതിയിൽ. പിന്നെ പല 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 രീതിയിൽ നമ്മളെ ഫോളോ ചെയ്യുക. നമ്മൾ കോടതിയിൽ പോയാൽ അവിടെ കുറേ വക്കീലന്മാരെ കൊണ്ടും കുറേ ആൾക്കാരെ കൊണ്ടും നമ്മുടെ മുഖത്തോട്ടൊക്കെ ലേസർ അടിക്കുക, നമ്മളെ അവിടെ വരുത്താതിരിക്കുക. മജിസ്ട്രേറ്റിനെ കൊണ്ട് വരെയായിരുന്നു, ഒരു റിയ രാജി എന്ന് പറയുന്ന മജിസ്ട്രേറ്റിനെ കൊണ്ട് വരെ നമ്മളെ ഉപദ്രവിപ്പിക്കുക. ഇതിനെല്ലാം ഇതുണ്ട്. ഞാൻ ഹൈക്കോടതി വരെ അവർക്ക് എതിരെ പരാതി കൊടുത്തായിരുന്നു. ഇനി വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന ഇതാണ്. ഇനിയിപ്പം അതുപോലെ ഇപ്പോഴെല്ലാം സ്ട്രോങ് ആണ്. ഏതെങ്കിലും ജഡ്ജും മജിസ്ട്രേറ്റും ഒക്കെ നമ്മൾ കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഹരാസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ല. നമ്മൾ നമ്മുടെ കേസ് കൊടുക്കും, കേസ് ഡിസൈഡ് ചെയ്താൽ മതി. മജിസ്ട്രേറ്റും മുൻസിഫും ഒക്കെ ആരായാലും ശരി, ഏതായാലും നമുക്ക് നമ്മളുടെ കേസ് പ്രസൻറ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അധികാരം തരുന്നുണ്ട്. അതുപോലെ നമ്മളെ എവിടെ പോയാലും എങ്ങനെ വട്ടേന്ന് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവരുടെ ഒരു ടാക്ടിക്സ് ആണ്. ഇവർക്ക് ഭയങ്കര നെറ്റ്വർക്കാണ്. എന്നിട്ട് നമ്മുടെ വസ്തുവിനകത്തോട്ട് അതിക്രമിച്ച് കയറുക, അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മുടെ വസ്തുവിനകത്തോട്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. നമ്മുടെ വസ്തുവിനകത്തോട്ട് വഴി അവരുടെ ഇത് തുറന്നു വെച്ചിട്ട് നമ്മുടേതിനകത്തോട്ട് ഇറങ്ങിക്കൊണ്ട് നമ്മളെ ഹരാസ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം മെമ്പർ പറഞ്ഞു, നിങ്ങൾ അത് അടച്ചേച്ച് വല്ല പ്രശ്നത്തിന് വന്നാൽ അവർ പോലീസിനെ വിളിച്ചു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ശല്യമാണ് നമ്മുടെ വസ്തുവിനകത്തോട്ടും വായിക്കകത്തോട്ടും ഒക്കെ. ഇവന്മാർ ഇങ്ങനെ ഈ ബിജുപിയും പ്രീത എസ് പണിക്കൻ, ഒരു രാജമ്മ എന്നൊക്കെ പറയുന്നവർ കൂടെ ഇങ്ങനെ ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പോകുന്നിടത്തല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പുറകിന് നടക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മളിവിടെ എൻ്റെ അമ്മയാണെന്ന് ഇന്നലെ രാത്രിയിലും കണ്ടു, പിന്നെ അങ്ങ് ആൾ മാറുമോ? ഇങ്ങനെ ഭയങ്കര അതുപോലെ ഞാൻ ഇന്നലെ അവിടെ എല്ലാം ചോദിച്ചു, നിങ്ങൾക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടോ? അപ്പം ഇവിടെ ഭയങ്കര വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ്. നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യുക, നിരന്തരം ഓഫ് ചെയ്യുക മോട്ടർ. നമ്മൾ ഓണാക്കുമ്പോൾ അങ്ങ് ഓഫാക്കുക. ഇവരിതിനകത്തൊക്കെ എന്തൊക്കെയോ കലക്കിയിട്ടിട്ട് നമ്മുടെ മേത്തൊക്കെ സ്കിൻ ഡിസീസ് അങ്ങനെ പലത് വരുന്നത്, നമ്മുടെ ഹെയർ ലോസ് ആവാനായിട്ട്, മുടി കൊഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഇതെല്ലാം കലക്കിയിടും. നമ്മളിവിടെ ഇന്നലെ ഇല്ലായിരുന്നു. അപ്പം ഈ മോട്ടർ അങ്ങ് ഓഫാക്കി വിടുക എന്ന് വെച്ചാൽ വെള്ളം നിറയരുത്, നമ്മൾ അതിനകത്ത് കുളിച്ച് നമ്മുടെ മുടി പോകണം, നമ്മളുടെ അങ്ങനെ പല പല രീതിയാണ് ഇവർക്ക്. പല രീതിയിലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെ ഇതുപോലെ ഇവിടെ കയറി പിടിച്ചുകൊണ്ട് പോയി. സന്തുല എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഭയങ്കര ഗൂഡായിസോ ഈ സന്തുലക്കാർക്ക്. ഒരു എഡ്വേർഡ് ജോർജ് എന്ന് പറയുന്ന ഒരുത്തനവൻ, അയാൾ അപ്പം ഇവിടെ വന്ന് എൻ്റെ പ്രമാണം എടുത്തിട്ട്, പ്രമാണമല്ല നഷ്ടപ്പെട്ട്, എൻ്റെ വസ്തു നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കഥയൊക്കെ ഉണ്ടാക്കാൻ. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനാണ് അതിൻ്റെ ആണിക്കല്ലൊക്കെ. അപ്പം അതിനൊരു CPM ഗൂണ്ടയാണ് ഇവൻ, ഈ സുബ്രഹ്മണ്യൻ. അന്നേരം അവിടെ വെച്ച് ഇതുപോലെ ഒരിക്കൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്ന് അന്നേരം നമുക്ക് മരുന്ന് തന്നു. നമുക്കറിയത്തില്ലല്ലോ
നെക്സ്റ്റ് ഡേ തന്നെ പിന്നെ ഇത് റെക്കർ ചെയ്തു 1-2 ദിവസത്തിനുള്ളിൽ. അന്നേരം ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് വരാൻ നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ലല്ലോ, ഇത് എവിടെ നിന്ന് ഇത് നിങ്ങൾ ആൻറ്റിബയോട്ടിക് നിങ്ങളുടെ എല്ലാം കഴിച്ചതാണല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ കലക്കുക. നമുക്കിങ്ങനെ നന്നായിട്ടറിയാം വെള്ളത്തിനകത്ത് കലക്കുന്ന രീതികളൊക്കെ. ഇവന്മാർ ഈ ഒരു 2019 അവനെ ഇങ്ങനെ ഒരു റെജി എന്ന് പറയുന്നവൻ്റെ മോൻ ഇവിടെ വന്ന് നമ്മുടെ വെള്ളത്തിനകത്ത് കലക്കാൻ വേണ്ടി ഇവൻ വരികയും ഞങ്ങൾ പിടികൂടുകയും ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം എനിക്കറിയാം. അപ്പോൾ ഈ സാധാരണ മന്ദിരത്തിലുള്ളവർക്കെല്ലാം അറിയാം, അവന്മാർ ഭയങ്കര വേഗം തന്നെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ വെളിയിൽ ഇറങ്ങും ഇവനെ പിടികൂടുക എന്നുള്ളതൊന്നും. അങ്ങനെ ആ ഒരു നമുക്ക് മനസ്സിലായി ഇതിനകത്ത് വെള്ളത്തിനകത്ത് കലക്കുന്നുണ്ടെന്ന്. നമ്മളിങ്ങനെ കറുത്ത് വരുന്നു. അപ്പോൾ എന്തുവാന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് എന്തോ കലർത്തുവാണ് നമ്മൾ കറുത്ത് വരുന്നത്. എന്നിട്ട് ഈ സദാനന്ദമത്തിൽ സോമരാജൻ അങ്ങ് കഥയുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ മേഫെയറിൽ നിന്ന് കള്ള് വാങ്ങിച്ച് കുടിക്കുന്നു. അപ്പം കള്ള് വാങ്ങിച്ച് കുടിക്കുന്ന പറഞ്ഞാൽ എനിക്ക് കരൾ രോഗം വന്നു. ഇപ്പം വർഷം എത്രയാണെന്നറിയാമോ? ഇപ്പം വർഷം 25-26 തുടങ്ങും. എനിക്കൊരു കരൾ രോഗവും വന്നില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഫേക്ക്നെസ് ഇതാക്കുന്നത്. ഇതുപോലെയാണ് എന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെയെങ്കിലും ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടി. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഒരു കരൾ രോഗമല്ല, നല്ല ഹെൽത്തിയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ പിക്സൊക്കെ എല്ലാം ഉണ്ട്. ഒരു സ്കിന്നിനൊന്നും ഇല്ലാത്ത ഇവന്മാർ നമ്മുടെ സ്കിന്നിലോട്ട് ഇതുപോലെ ലേസർ അടിക്കുക, ഭയങ്കര ലേസർ അടിച്ചിട്ട് പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഇങ്ങനെ കരൾ രോഗത്തിനാണല്ലോ ഇങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ചെയ്യുന്നത് കരളി രോഗം. അപ്പം എൻ്റെ ഇതിലുണ്ട് നമ്മൾ എവിടെ നിന്നാണ് എന്താണ് വാങ്ങിച്ച് കഴിക്കുന്നതെന്നൊക്കെ. നമ്മൾ രാവിലെ ഇപ്പം പപ്പയാണ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര നമ്മൾ കെയർ എടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായില്ല? നമ്മളങ്ങനെയാണ്. അല്ലാതെ കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് അതുപോലെ ഇപ്പം ശ്രീനിവാസൻ്റെ റീൽസാണ് ഇങ്ങോട്ട് വിടുന്നത് നമ്മുടെ ഇത്. അപ്പോൾ ഇവരുടെ ജോലിയാണ് റീൽസ് വിട്ടിട്ട് ഇന്നതാണ് നിങ്ങൾക്ക് ഇന്ന രോഗമാണ്. നമ്മൾ സിഗരറ്റ് ഇപ്പോൾ ശ്രീനിവാസൻ്റെ റീൽ കണ്ടാൽ ഞാൻ സിഗരറ്റ് വലിക്കും. ശ്രീനിവാസൻ്റെ മോൻ സിഗരറ്റ് വലി നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ടോ? ഇതെന്തൊരു ശല്യമാണ് ഇത്. നമ്മൾ റീൽസ് കാണുമ്പോൾ ശ്രീനിവാസൻ്റെത് വരും, ശ്രീനിവാസൻ്റെ മോൻ്റെത് വരും. ഇവന്മാരൊക്കെ കയറി ഇരുന്ന് വളവള അടിക്കുന്നതെല്ലാം വരും. അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? ഇവന്മാരെ ഒന്നും കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വരുന്നു, നമ്മൾ കാണുന്നു, അപ്പോൾ ഉടനെ ഇവന്മാർ വിടുന്നതാണ് പർപ്പസ്ലി. അപ്പം പറയുന്നത് എന്തുവാണ്, കഥയുണ്ടാക്കുന്നതാണ് നമ്മൾ സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു, ഞാൻ സിഗരറ്റ് വലിക്കുമോ? ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ എൻ്റെ എന്താണ് പറയുന്നത്, ഇത്രയും സമയം ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ CCTV കൂടെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ കോൺസ്റ്റൻ്റ് ആയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുടിക്കുന്നതോ വലിക്കുന്നതോ വല്ലതും? ഇതിനകത്ത് തെളിവുണ്ട്, CCTVയിൽ തെളിവുണ്ട്. ഞാൻ അടുക്കളയിൽ നിൽക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ. അപ്പം നമ്മൾ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഇതിനകത്ത് കാണണ്ടായോ? അപ്പോൾ ഇതെല്ലാം ഞാൻ കോൺസ്റ്റൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആൾക്കാരോട് ഇപ്പം പറയുന്നുണ്ട് ഇത് നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാരെ കൊണ്ട് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തെല്ലാം തെളിവുണ്ട്, നമ്മൾ കുടിക്കുന്നുമില്ല സിഗരറ്റും വലിക്കുന്നില്ലെന്ന് തോന്നി. അപ്പോൾ ഇങ്ങോട്ട് സ്മോക്ക് പോലുള്ള പോയിസണസ് ഗ്യാസ് അടിക്കുക, പിന്നെ നമ്മളെ മൂക്ക് ഇങ്ങനെ ശ്വാസം മുട്ടിക്കുക, ഓക്സിജൻ അതുപോലെ പറയുന്നതാണ് ഓക്സിജൻ ഇല്ലെന്ന്. എല്ലാവരും സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണോ ഈ ലോകത്ത് ഓക്സിജൻ ഉണ്ടായത്? അങ്ങനെയുള്ള ഫേക്കായിട്ട് ഉള്ള ഇൻഫർമേഷൻസ് ഇവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ഈ കൂട്ടറെ ഇതാണ്. ഓക്സിജൻ ഇല്ല, അങ്ങനെ ഇതൊക്കെ വെറും ഫേക്കായിട്ടുള്ള ന്യൂസാണ്, ഇതൊന്നും വിശ്വസിക്കരുത്. സ്നേക്ക് പ്ലാന്റ് ഇല്ലെങ്കിൽ ഇവിടെ ഓക്സിജൻ ഇല്ലയോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫേക്ക്നെസ് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ മാഫിയയുടെയും ഇൻഷുറൻസ് ലൂട്ടേഴ്സിനെയും ഫേക്ക്നെസ് ആണിത്. സ്നേക്ക് പ്ലാന്റ് കൊണ്ടുവന്ന് വിൻഡോയുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ ആരും ശ്വസിക്കാതെ ഇവിടെ ഈ ലോകത്ത് സ്നേക്ക് പ്ലാന്റ് ഇല്ലാത്ത വീടുകളിൽ ആരും ശ്വസിക്കുന്നില്ലയോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഈ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവരുണ്ടാക്കുക. ഇവർ ഭയങ്കര കള്ളരാണ്. ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ ജോബ് ലോസ് ഇൻഷുറൻസ് നമ്മൾ പഠിച്ച് വാങ്ങിച്ച LLB 5 വർഷം മംഗലാപുരത്ത് പോയി പഠിച്ചതാണ്. ഇന്ന് പോയാലും സാറുമാർക്കെല്ലാം എന്നെ അറിയാം, അവിടുത്തെ മംഗലാപുരത്തെ. അവിടെ ചെന്ന് തിരക്കിയാൽ മതി. ഞാൻ ഇതിനകത്ത് പറയുവാമേ, ഇന്നലെയൊക്കെ പറയുവാണ് എന്തോ ജനലിൻ്റെ അടുക്കലോട്ട് നമുക്ക് ശ്വാസം മുട്ടിക്കുമല്ലോ, സ്നേക്ക് പ്ലാന്റ് വെക്കുക. ഒരു ഇതുണ്ട്, സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടമ്മേ, അത് ഓക്സിജൻ തരും ജനലിൻ്റെ അടുത്തിലോട്ട് വയ്ക്കാൻ, അതുകൊണ്ടാണ് ശ്വാസം മുട്ടുന്നതെന്ന്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് വെച്ചില്ലെങ്കിൽ നമ്മളാരും ശ്വസിക്കത്തില്ല ഇതുവരെ. എന്തൊക്കെ ഫേക്ക് കള്ള ന്യൂസുകളാണ് പറയുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഇതാണ് എൻ്റെ അമ്മ. അപ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്ക് അസുഖം, ഞാൻ അമ്മയെ വിളിക്കുന്നെന്ന് എന്തെല്ലാം രോഗങ്ങളാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ അമ്മയെ വിളിക്കും, അങ്ങനെ പലരെയും വിളിക്കും, നമ്മൾ സംസാരിക്കും. നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്തിരിക്കുന്നതാണ്. ആരാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ? ഇങ്ങനെ കുറേ ആൾക്കാർ കയറിയിരുന്നെങ്കിൽ ഭയങ്കര ഇതാണ്. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ഗൂണ്ടകളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ശ്വസിക്കാതെ എല്ലാവരും
എല്ലാവരും മരിക്കുമോ ഈ സ്നേക്ക് പ്ലാന്റ് ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നു, അങ്ങനെയൊക്കെ പല പല രീതിയിലുള്ള ഇതാക്കി നമ്മുടെ മുഖത്തോട്ടുള്ള പോയിസണസ് ഗ്യാസ് അടിക്കുക. നമ്മുടെ സിഗരറ്റ് വലിക്കുന്നവരുടെ ചുണ്ടൊക്കെ പൊള്ളിയിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഇതൊന്നും, ചുണ്ട് പൊള്ളുവോ ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മുടെ ചുണ്ടെല്ലാം അങ്ങ് പൊള്ളിക്കുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ രോഗം ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ പല പല ഫേക്കായിട്ടുള്ള ന്യൂസ് ഉണ്ടാക്കുക. അപ്പം ഞാൻ സിഗരറ്റ് വലിക്കുമോ മേ? എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ എൻ്റെ അമ്മയ്ക്കറിയാം. ഞങ്ങൾ ഇവിടെ നല്ല ഒന്നാന്തരമായിട്ട് ആ കാശിന് വല്ല ഓമയ്ക്കായോ വല്ല പോമോഗ്രാനൈറ്റോ വാങ്ങിച്ച് ജ്യൂസ് അടിച്ചു എൻ്റെ അമ്മയ്ക്കും കൊടുക്കും, ഞാനും കഴിക്കും. അങ്ങനെ ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അങ്ങനെയല്ലയോ അമ്മ ജീവിക്കുന്നത്? അല്ലാതെ കണ്ട കടച്ചാണി വല്ലതും ഇവിടെ വാങ്ങിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വരെ വളരെ കെയർ എടുത്താണ് നമ്മുടെ ഇതൊക്കെ നോക്കുന്നത്. പിന്നെ ഇങ്ങനെ ഭ്രാന്ത് ഇവിടെ എല്ലാവരുടെ അടുക്കലും പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്നെ ഭ്രാന്തി എന്ന് വിളിക്കണം, ഇങ്ങനെ ഹരാസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അതൊരു ഗ്യാസ് ലൈറ്റിംഗ് മെത്തേഡാണ് ഇവന്മാരുടെ. ഇങ്ങനെ പോകുന്നിടത്തെല്ലാം നമ്മുടെ വസ്തുവിനകത്തോട്ട് വഴി ഇട്ടിട്ട് അതിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ടാണ് നമ്മളെ ചീത്ത വിളിക്കുന്നത്. അങ്ങനെ പല പല രീതിയിലുള്ള ഹരാസ്മെൻ്റാണ് ഇവ. അപ്പോൾ ഇന്നലെ പറഞ്ഞപ്പം മെമ്പർ പറഞ്ഞു, നിങ്ങളുടെ വസ്തുവിനകത്തോട്ട് എന്തിനാണ് അവർ നിങ്ങൾ അടച്ച് നിങ്ങളുടെ അടുക്ക ബഹളത്തിന് വന്നാൽ ഞാൻ പോലീസിനെ വിളിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടേതിനകത്തോട്ട് കയറി എന്തോ അങ്ങ് കാണിക്കാനുള്ള അധികാരങ്ങളൊക്കെ ഇവന്മാർക്കും കൊടുത്തിരിക്കുക, നമ്മളോട് എന്ത് ചെയ്യാനുമുള്ള. എന്നിട്ട് നമ്മളെ ഇങ്ങനെ കുറേ എല്ലായിടത്തും എവിടെ ചെന്നാലും ഇതാണ് നമ്മളെ ചീത്ത വിളിക്കുക. ഇത് പണ്ട് മുതലേ തുടങ്ങിയതാണ് ഇവിടെ പണ്ട് മുതലേ കേസും വഴക്കുമല്ലയോ അമ്മ ഇവിടെ? മേ 93 മുതൽ അമ്മ എടുക്ക കേസല്ലയോ? അയ്യോ എൻ്റെ ഞാൻ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചത് എന്ത് കള്ളക്കേസായാലും കൊടുത്തത് സുബ്രഹ്മണ്യൻ. അത് കഴിഞ്ഞ് ഇവൻ ഈ സ്വാതന്ത്ര്യ മന്ദിരത്തിലുള്ളവർ നമ്മളെ അടിക്കാനും നമ്മുടെ കതക് അടിച്ചു പൊളിക്കാനും എല്ലാം വന്നിട്ടില്ലയോ മേ? ഈ അടുക്കള വശത്തെ പൊളിച്ചല്ലോ മൂത്തവന്. ഏതാ മൂത്തവൻ? വീരേന്ദ്ര സിംഗ് എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ ഞങ്ങളെ ഉപദ്രവിക്കുക. വരാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ഒരു ബറവ് വരെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്ന്. ഇപ്പോഴും അത് അങ്ങനെ ഇടയിലെ ഇതൊക്കെ പോയിരിക്കുക. എന്തെല്ലാം നമ്മളോട് ചെയ്തിട്ടുണ്ട്. തെങ്ങെല്ലാം വെട്ടി, അന്ന് തെങ്ങെല്ലാം ഞങ്ങൾ വാങ്ങിച്ച വസ്തുവിനകത്ത് തെങ്ങ് ഫുള്ള് കരാർ എഴുതി അന്ന് തന്നെ ഉള്ള തൈത്തെങ്ങുകളെല്ലാം വെട്ടി. ഞാൻ 10 പഠിക്കുന്നുണ്ടേ ഇത് 10ലെ എക്സാം ആവാറായപ്പോഴാണ് ഇത് തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പം ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എല്ലാം ചീത്തവിളിയാണ്, ഫുള്ള് ചീത്തവിളിയായിരുന്നു. അവിടെ നമ്മൾ എക്സാം മണ്ണ് വാരി എറിയുക നമ്മുടെ വീട്ടിലോട്ട്. അങ്ങനെ ഭയങ്കര ശല്യമാണ്. ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ പറയിച്ച് ഇത് റെക്കോർഡ് ചെയ്ത് വെപ്പിക്കും ഞാൻ. അങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കും. ഇപ്പം ബിജുപിയും കുറേ ആളുകളും ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ഇവനെ അങ്ങ് വളർത്തി നമ്മളെക്കുറിച്ച് എന്ത് കഥ ഉണ്ടാക്കാമെന്നുള്ളതും അങ്ങനെ അനാവശ്യം പറയാമെന്നുള്ളതും ഇവന്മാർക്ക്. അവന്റെ കഥയാവും പറയുന്നത്. ഞാനിവിടെ എൻ്റെ വീട്ടിനകത്ത് കിടന്നുറങ്ങി. ഇതുപോലെ തന്നെ 2019-20 ഇതുപോലായിരുന്നു. നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ ഇവൻ്റെ മോനെ ഇതുവഴി വിടുക, രാത്രിയിൽ. എന്നിട്ട് ഓൺലൈൻ കഥകളാണ് ഇങ്ങനെ ഓൺലൈൻ കഥകൾ പ്രചരിപ്പിക്കുക. എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല ഇതെല്ലാം. ഇങ്ങനെ ഇപ്പോഴത്തെ കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമ്മുടെ വാട്സപ്പൊക്കെ ഇതാക്കി വെച്ചുകൊണ്ട് അങ്ങ് രാവിലെ അങ്ങ് കഥകളാണ്, രാത്രിയിലും പകലും എല്ലാം കഥകൾ അങ്ങ് തുടങ്ങും.